എല്ലാവർക്കും പ്രിയാസ് തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 പുഴുങ്ങിയ മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കാം. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ മുട്ടയും ഇങ്ങനെ ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഈ മസാല പുരട്ടി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒന്ന് അതിൻ്റെ അതിൻ്റെ ആ ഔട്ടർ പോർഷൻ ഒന്ന് നമുക്ക് അതിൻ്റെ ഒരു ഇതൊക്കെ മാറി വരും, അതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരും. അതുവരെ നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു 3 ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ 2 സവാള അരച്ചെടുത്തതാണ്. അപ്പോൾ ഈ പട്ടയും ഗ്രാമ്പൊക്കെ എണ്ണ ഓൾറെഡി ചൂടായിട്ടുള്ള എണ്ണയാണ്, അതേ മുട്ട വറുത്തെടുത്തിട്ടുള്ള അതേ എണ്ണയാണ്, അതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഉള്ളി അരച്ചത് ഇട്ട് കൊടുക്കുക. ഉള്ളി കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊരു 4 പച്ചമുളകാണ്, അത് കീറിയത് ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ചെറുജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഈ പൊടികൾ ഇടുമ്പോൾ ചെറിയ തീയിൽ വെക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണില്ല, ഈ തൈര് മാത്രമാണ് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇതൊരു 1/2 കപ്പ് നാളികേരം ചിരകിയതാണ്, അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക. അതേ നമ്മൾ നാളികേരം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാലയിലേക്ക് ഈ നാളികേരം അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് നല്ലോണം ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം, അല്ലാതെ ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചധികം വെള്ളം ചേർക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. സെമി ഗ്രേവിയെ വേണ്ട വെച്ചെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഗ്രേവി ആവശ്യമാണ്, അപ്പോൾ ഞാൻ 1 കപ്പും കൂടി വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടിയും തിക്കായിട്ട് വരും, കാരണം നമ്മൾ നാളികേരം അരച്ച കാരണം കൊണ്ട് കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പം ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ മല്ലിയുടെ ഇലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം, കാരണം ആ മുട്ടയിലേക്കൊക്കെ ഒന്ന് മസാല പിടിച്ച് വരണം. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് കൂടി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്.
ഇനി ആ മുട്ടയിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇതേ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ലാസ്റ്റ് എന്തിനാ ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് ഇടുന്ന സമയത്ത് ഈ ഗരം മസാലയുടെ മണം ഒന്നും കൂടി ആ കറിയിലേക്ക് നന്നായിട്ടൊന്ന്, നമ്മുടെ ഈ ആവിയിൽ തന്നെ നല്ല ഒരു ഗരം മസാലയുടെ മണം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതൊന്ന് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പത്തിരിയുടെ കൂടെ, റൊട്ടിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും പോണ അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.